ഡോപ്പമിൻ എന്നും സെറട്ടോണിൻ എന്നും പറഞ്ഞ് രണ്ട് തരത്തിലുള്ള ന്യൂറോ കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ ഇമോഷൻ സ്റ്റേറ്റ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഈ ഡോപ്പമിൻ നമുക്കൊരു പ്ലഷർ തരുന്ന ഒരാളാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ് തരും. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് ഡോപ്പമിൻ ആണ്. എന്നാൽ സെറട്ടോണിൻ ആകട്ടെ അതൊരു വേറെ ലെവൽ ഓഫ് ഹാപ്പിനെസ് ആണ് തരിക. നമുക്ക് ഒരു സാറ്റിസ്ഫിക്കേഷൻ തരും. എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ ഭയങ്കര കണ്ടന്റ് ആണ് എന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ് സെറട്ടോണിൻ തരിക. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല പ്ലഷറബിൾ ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡോപ്പമീൻ ആണ്. ഈവൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ടിക്ടോക്ക് വീഡിയോസ് കാണുമ്പോൾ, നല്ല ഫുഡ് കഴിക്കുമ്പോൾ, മാസ്ട്രബേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത് ഡോപ്പമീൻ ആണ്. അപ്പോൾ ആ ഡോപ്പമീൻ നമുക്കൊരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് തരുമെങ്കിലും നമുക്ക് കിട്ടാതായി കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റബിലിറ്റി വരുന്ന രീതിയിലാണ് ഡോപ്പമീൻ്റെ പ്രവർത്തനം. എന്നാൽ സെറട്ടോണിൻ നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, ബുക്ക് വായിക്കുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെയാണ് സെറട്ടോണിൻ റിലീസ് ആവുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഒരു ബാലൻസിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലും ഇന്നത്തെ ജനറേഷൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഡോപ്പമിൻ എക്സസ് ആയിട്ട്, അല്ലെങ്കിൽ ഡോപ്പമിനോട് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലൊക്കെ ഒരു സെറട്ടോണിൻ ഡെഫിഷ്യൻസിയും കാണുന്നുണ്ട്. രണ്ടുപേരും ഒരു ബാലൻസിൽ പോയാൽ തന്നെ നമുക്കൊരു ഇമോഷണൽ വെൽബീയിങ്, ഹാപ്പിനെസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ശരിയാണ്, നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ടെമ്പററി ഹാപ്പിനെസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അൾട്ടിമേറ്റ്ലി അവർ നമ്മളെ ഗോൾസിൽ നിന്നും ഒക്കെ നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുകയും ചെയ്യും. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും.